പ്രളയല്ലേരി ഭാവവുമായി പുളകം ചൊരിയുന്നു രാവുലർന്നല്ലോ എൻ മോഹമുദിച്ചല്ലോ രാവുലർന്നല്ലോ എൻ മോഹമുദിച്ചല്ലോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മളൊരു വെറൈറ്റി കണ്ടൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ ബോട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉള്ള ഫ്രീ സ്പിൻസ് എല്ലാം സ്പിൻ ചെയ്തിട്ട്, അഥവാ സ്പിൻ ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും എപ്പിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ആ അക്കൗണ്ട് കിട്ടുന്ന അക്കൗണ്ട് നമ്മൾ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരുന്നതാണ്. അപ്പം ഒരു ചീപ്പ് ഗിവ് അവേ ആണ്, എന്നാലും എൻ്റെ ഫസ്റ്റ് ഗിവ് അവേ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്പിൻ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അക്കൗണ്ടിലെ ഫസ്റ്റ് സ്പിന്നാണ്. ഒന്ന് മെയിൻ അക്കൗണ്ടല്ല, എല്ലാം ഇപ്പം ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ്. ഇപ്പം ക്രിയേറ്റ് ചെയ്തിട്ട് ബോട്ട് അക്കൗണ്ട്സാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കത് ഗിവ് അവേ ആയിട്ട് കിട്ടുമ്പം വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല. ബട്ട് എന്നാലും ഗിവ് അവേക്ക് ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്പിന്ന് എടുക്കാം. 100 പ്ലേയേഴ്സുള്ള നിന്നാണ്. ഓക്കെ, എനിക്കറിയില്ല കിട്ടുമോ ഇല്ല എന്നൊക്കെ, കിട്ടിയിട്ടില്ല. സ്കിപ്പ് അടിക്കാം. ഓക്കെ ഗൈസ്, സ്കിപ്പ് അടിച്ചിട്ടുണ്ട്. കണ്ടിന്യൂ അടിക്കാം. ഓക്കെ, ജസ്റ്റ് നെക്സ്റ്റ് സ്പിന്ന് അടിച്ച് വെക്കാം. ഓക്കെ, 100 പ്ലേയേഴ്സുള്ള എൻ്റെ തന്നെയാണ്. ജപ്പാനീസ് ലീഗിൻ്റെ ഒരു ഷോർട്ട് ടൈമിൻ്റെയാണ്. ഓക്കെ ഗൈസ്, എന്തെങ്കിലും ഓ ഓ ഓ ഗൈസ്, ഉള്ളിൽ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പം ഇറ്റ്സ് യുവർ ഷോർട്ട് ടൈമാണ്. ഷോർട്ട് ടൈം ഏത് ഷോർട്ട് ടൈമാണെന്ന്, ഓക്കെ, കൊമോറി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ടൈം പ്ലെയറാണ്. എനിക്കൊന്ന് 96 ഓവറോൾ ഇവിടെ 96 കാണിക്കുന്ന പ്ലെയറാണെന്ന് തോന്നുന്നുണ്ട്. നോക്കട്ടെ, അതന്നെയാണെന്ന് തോന്നുന്നു. നോക്കാം. ഓക്കെ ഗൈസ്, അത് തന്നെയാണ്, ഉദ്ദേശിച്ച പ്ലെയർ തന്നെയാണ്. കൂട്ടത്തിൽ ഏറ്റവും ചെറുത് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്പിന്നിലേക്ക് പോകാം. 150 പ്ലേയേഴ്സുള്ള ഷോർട്ട് ടൈമിൻ്റെ സ്പിന്നാണ്. അപ്പം ഈ സമയം കൊണ്ട് ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ ഏകദേശം ഒരു 10-15 അക്കൗണ്ടിൽ സ്പിൻ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ അഥവാ ഈ അക്കൗണ്ട് ഏതായാലും ഇപ്പോൾ ഈ ടർക്കി അക്കൗണ്ട് ഏതായാലും ഞാൻ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് ഏതായാലും ഒരു എപ്പിക്ക് അടിച്ചിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു എപ്പിക്കോ ഷോർട്ട് ടൈം എന്തെങ്കിലും അടിച്ചാൽ ഗിവ് അവേക്ക് വെക്കുമെന്നാണ് പറഞ്ഞത്. ബോട്ട് അക്കൗണ്ടാണ്, ബോട്ട് ഐ ഡി ഗിവ് അവേ ചെയ്യും. അതുമാത്രമല്ല, നിങ്ങൾക്ക് തരുന്ന സമയത്ത് ഗൈസ് എപ്പിക്കാണോ ഗൈസ്, എന്താണിത്? ഓക്കെ, ഞാനെന്താണ് പറഞ്ഞു തന്നത്, ആ സമയമാകുമ്പോഴത്തേക്ക് ഞാൻ ഏതായാലും ആ അക്കൗണ്ടിൽ കയറിയിട്ട് ഒരു 100 കോയിൻസ് അങ്ങനെ എന്തെങ്കിലും ആക്കി വെക്കും. അപ്പോൾ ഞാൻ ഏതായാലും ഗിവ് അവേ കൊടുക്കുന്ന ഡേറ്റ് പറയുന്നതെന്ന് വെച്ചാൽ, എനിക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ആകുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ വരുന്നതായിരിക്കും. ഓക്കെ, ഇവൻസിൽ നിന്നൊന്നും കിട്ടാൻ എന്തായാലും ചാൻസ് ഇല്ല, കാരണം 250 പ്ലേയേഴ്സിലുള്ളതാണ്. അതുകൊണ്ട് കിട്ടാനൊരു ചാൻസ് ഇല്ല. ഓക്കെ, അപ്പം നമുക്കിനി നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് പോകാം. ആ സമയം കൊണ്ട് അത് മാത്രമല്ല, നമുക്ക് ഇനി ഏതായാലും ഞാൻ എൻട്രിക്കിനെ എടുക്കാൻ സൈൻ ചെയ്യണോ? എൻട്രിക്കിനെ തോന്നുന്ന ആരെങ്കിലും സൈൻ ചെയ്യണോ? കാരണം ഇത് ഗിവ് അവേ വെക്കുന്ന അക്കൗണ്ടായതുകൊണ്ട് ഇതിന് നമുക്ക് ചെറിയൊരു പണിയുണ്ട്. ലിങ്ക് എല്ലാം ചെയ്യണം. നമ്മൾ എൻട്രിക്കിനാണ് സൈൻ ചെയ്യുന്നത് ഏതായാലും. ഓക്കെ, എൻട്രിക്കിനെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം. അപ്പോൾ കോയിൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കണ്ടൻറ്റ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഫ്രീ മെസ്സിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇനി സ്കോഡിൽ ഇട്ട് നോക്കാം. ഞാൻ ഏതായാലും ട്രെയിനൊന്നും ഇപ്പം ചെയ്യുന്നില്ല, കാരണം നമുക്ക് പുതിയ ബോട്ട് അക്കൗണ്ട് ആയതുകൊണ്ട് ട്രെയിൻ ചെയ്യാനൊന്നും കഴിയില്ല. ഓക്കെ,
എൻട്രിക്ക് CF നമുക്ക് സെഫിസാലി ഉണ്ട്, നമുക്ക് ഇതാക്കാം, കസ്റ്റമൈസ് ചെയ്യാം. ഓക്കെ, CF നമ്മൾക്ക് കിട്ടിയ ഷോർട്ട് ടൈം പ്ലെയറും ഉണ്ട്, പിന്നെ നമ്മളുടെ മെസ്സിയും ഉണ്ട്. ഓക്കെ, നമുക്ക് ഏതായാലും എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം. ഓക്കെ, വെച്ചിട്ടുണ്ട്. നമുക്ക് ടിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ അക്കൗണ്ട് നമ്മൾ ഗിവ് അവേക്ക് വെക്കുന്നുണ്ട്. സാധാ അക്കൗണ്ടാണ്, ബോട്ട് അക്കൗണ്ടാണ്. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ഗിവ് അവേ ആയതുകൊണ്ട് ചീപ്പ് എന്ന് പറഞ്ഞാൽ വിരൽ തുമ്പിലുള്ള അത്ര ചീപ്പാണ്. എന്നാൽ നമുക്കിനി നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പിന്നടിച്ച് നോക്കാം, കിട്ടുമോ ഇല്ലയെന്നറിയില്ല. ഓക്കെ, യൂറോപ്യൻ ക്ലബ്സിൻ്റെ സ്പിന്നടിക്കുന്നുണ്ട്. ബെല്ലറ്റി ഇവരെല്ലാം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് സ്പിന്നടിക്കാം. ഓക്കെ, സ്പിന്നടിച്ചിട്ടുണ്ട്. 250 പ്ലേസ് ആയിട്ട് കിട്ടാൻ സംശയമാണ് ഗൈസ്. ഉള്ളിൽ പച്ചുണ്ട് ഗൈസ്, എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഇല്ല, മാറിയിട്ടില്ല. ഞാൻ വെച്ച് കളർ മാറുമെന്ന് വിചാരിച്ചു. ഒരു ഹൈലൈറ്റ് പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഷോർട്ട് ടൈമിലേക്ക് സ്പിൻ ചെയ്യാം. ഇത്രയും വീഡിയോ കാണുന്നതിന് ജസ്റ്റ് വീഡിയോയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, 200 സബ്സ്ക്രൈബേഴ്സാണ്, നമ്മൾ റോഡ് 200 ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഈ വീഡിയോക്ക് ഒരു 3K വ്യൂ, 500 ലൈക്സും ആണ് ടാർഗറ്റ്. ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നേരത്തെ കിട്ടിയ ആ ഒരു ഇതാണ്, പാക്കാണ്. നമുക്ക് ഏതായാലും ഒന്നും കൂടി എനിക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. വേറെ അക്കൗണ്ടാണ്, 1 ലക്കം. ഓക്കെ ഗൈസ്, പച്ച ഉണ്ട് ഉള്ളിൽ. ഇത് പച്ച മാത്രമായിരിക്കുമോ എന്ന് ജസ്റ്റ് ഡൗട്ടുണ്ട്. നമുക്ക് സാധാരണ പച്ച വന്നാറില്ല. ഓക്കെ ഗൈസ്, ഫേക്കാണ്. ഇതെന്താണ് ഹൈലൈറ്റ് കാർഡ്സ് ബൂസ്റ്റർ ആയിട്ടാണല്ലോ അല്ലേ? അതും ചിലയിടയ്ക്ക് ഇങ്ങനെ ജപ്പാനീസ് പ്ലേയേഴ്സിനെ ഇടേണ്ടി വരും, എന്നാലേ ഒന്നും വർക്കാവും. ഓക്കെ, നമ്മൾ ഇനി അടുത്ത റഫീനൻ്റെ ഷോർട്ട് ടൈം ഫ്രീ സ്പിൻ എടുക്കുന്നുണ്ട്. നമുക്കൊന്ന് നോക്കി നോക്കാം എന്താ കിട്ടും. ഗൈസ്, ഇല്ല, തേനിട്ടുണ്ട്. നമ്മളെ തേക്കുന്നുണ്ട് നല്ലോണം. നമുക്കിനി ഏതായാലും കഫൂൻ്റെ സ്പിന്നിലേക്ക് പോവാം. കഫൂ പോയുള്ള ഏതായാലും സ്പിന്നടിച്ച് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തിട്ട്, കാരണം ഞാനും കിട്ടിയെങ്കിലും ഒന്നുമില്ല, ജസ്റ്റ് വെറുതെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അതിലും നമ്മൾ മൂഞ്ചിയിട്ടുണ്ട് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രീ സ്പിന്നിലോ മറ്റോ കിട്ടിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഫസ്റ്റ് കിട്ടിയ അക്കൗണ്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്, ഗീവ് അവേ വെച്ചിട്ടുണ്ട്. ഗീവ് അവേ എന്നൊന്നും പറയാൻ പറ്റില്ല, അതെല്ലാം നിങ്ങളെന്നെ താത്തുന്ന വിധത്തിലുള്ള കമൻസ് എല്ലാം വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഒന്നും ആരും ഗീവ് അവേ വെക്കുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് ഏതായാലും ഇനി നമ്മളുടെ യശവൻകോ എന്നാണ് എന്ന് പിന്നെ ബെയിലിൻ്റെ ഫ്രീ സ്പിന്നിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് ഇവിടെ ഒന്നുമേ കിട്ടിയില്ല. നമുക്കിനി നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് പോകാം. നമ്മൾ ഇപ്പോൾ പുതിയ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് തന്നെ യൂറോപ്യൻ ക്ലബ്സിൻ്റെ സ്പിൻ ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഫ്രീ സ്പിൻ എടുക്കാം. വെയിറ്റ്, ഓക്കെ, എടുത്തിട്ടുണ്ട്. ഒരു കാര്യമില്ല ഇങ്ങനെയൊന്നും ചെയ്തിട്ട്, ബട്ട് നമ്മളുടെ ഒരു മനസ്സമാധാനമാണ്. ഓക്കെ, ഒന്നുമില്ല, ഉള്ളിൽ പച്ചയൊന്നുമില്ല. അപ്പം ഗ്രാക്കാനെ കിട്ടിയിട്ടുണ്ട്. ഗ്രാക്ക ഈ അക്കൗണ്ട് ഞാൻ ഗിവ് അവേക്ക് വെച്ച അക്കൗണ്ട് എന്ന് പറയുന്നത് വേറെ റൂളൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ കമൻറ്റ്സ് എന്താ, നമ്മളൊരു മെഗാ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അത് വേറെ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് സസ്പെൻസാണ്, നിങ്ങൾക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. ഒരു മെഗാ ഗിവ് അവേ
അക്കൗണ്ട്, ഈ ഫുട്ബോൾ അക്കൗണ്ടാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. അതിനാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി അക്കൗണ്ടാണ്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്തായാലും വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കാണാം. അപ്പം ഞാൻ പറഞ്ഞുതരാം എന്താണ് നമ്മളുടെ മെഗാ ഗിവ് അവേ. ഒരു അടിപൊളി ഫുട്ബോൾ അക്കൗണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എപ്പോഴാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടാമെന്നല്ല ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഇതുപോലെ ഇനി ഞങ്ങൾക്ക് ഗിവ് അവേലും ചെയ്യാൻ കഴിയുമെങ്കിൽ ഗൈസ് കിട്ടി. അപ്പം നമ്മുടെ നെക്സ്റ്റ് ഷോർട്ട് ടൈം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ചരിത്രമാണ്. എനിക്ക് ഫസ്റ്റ് സ്പിന്നെല്ലാം കിട്ടാന്ന് വെച്ചാൽ ചരിത്രമാണ്. ഓക്കെ, അതേ പ്ലെയറിനെ തന്നെ കിട്ടിയിട്ടുള്ളത്, കുമാരി. കുഴപ്പമില്ല, കൊമോറി. അപ്പം നമ്മൾ ഈ അക്കൗണ്ടും നമ്മൾ ബോട്ട് അക്കൗണ്ട്, ഈ കൊമോറി കിട്ടിയ ബോട്ട് അക്കൗണ്ടും ഞാൻ നിങ്ങൾക്ക് തന്നെ തരാൻ പോകുന്നതാണ്. ഓക്കെ, നമുക്കിനി ഷോർട്ട് ടൈം സ്പിൻ ചെയ്ത് വെക്കാം. അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നും ഇതുപോലെ നല്ല നമുക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് തീരെ കണ്ടന്റ് ഇല്ലാന്ന് പറഞ്ഞിട്ട്. അപ്പം അന്നേരം എൻ്റെ തലയിൽ തോന്നിയൊരു ബുദ്ധിയാണിത്. കുറച്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്രീ സ്പിൻ എല്ലാം ചെയ്യാം. ഇന്നേ ചെയ്യാൻ കഴിയും. നിങ്ങൾ ചിലടക്ക് കാണുമ്പോൾ ഈ അക്കൗണ്ടൊന്നും അല്ല, ഈ ഷോർട്ട് ടൈമില്ലേ കൊമോറിനെ കിട്ടി അതൊന്നും ഉണ്ടാവില്ല. കാരണം ഞാനിത് എടുത്തിട്ട് എന്തായാലും അടുത്ത ദിവസം ഞാനിത് ഇടും. കാരണം അത് എന്ന് പറയുന്നത് എന്നും 9 മണിക്കൂർ 10 മണിക്കൂറായിട്ടേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം എങ്ങനെയാണ് സംഭവം എന്നല്ല എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഏതായാലും ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ഒന്നും കൂടി ഇതാക്കുക, കാരണം ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. കിട്ടുമോ ഇല്ലയോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, തേനിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്നും കിട്ടാൻ സാധ്യതയില്ല. മറ്റേത് 100 പ്ലേയേഴ്സായിട്ട് കിട്ടിയതാണ്. എനിക്ക് തീരെ വിശ്വാസമില്ലാത്ത ഒരു ഇതെന്ന് പറയുന്നത് 250 പ്ലേയേഴ്സ്. അതൊന്നും എനിക്ക് മരിച്ചാലും കിട്ടൂല, അത് എനിക്ക് ഉറപ്പാണ്. പിന്നെന്ത് നമ്മൾ ട്രൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ഫ്രീ സ്പിൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, കൊമാനെ കിട്ടിയിട്ടുണ്ട്, ബൈ അടുത്ത പ്ലെയർ കൊമാൻ. അപ്പം നമുക്കിനി ഏതായാലും എന്താ പറയുക, നെക്സ്റ്റ് അക്കൗണ്ട് വരുന്നതിന് ഞാൻ ഏതായാലും എന്താ പറയുക ഫ്രീ മെസ്സിനെ പിന്നെ എൻട്രിക്കിനെ അല്ലെങ്കിൽ ന്യൂനസിനെ ആരെങ്കിലും എടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതായാലും ഈ അക്കൗണ്ട് വെക്കുന്നതാണല്ലോ. അപ്പോൾ എനിക്ക് ഇനി ഏതായാലും ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്യുന്നതൊന്നും ഇത് കാണിക്കില്ല, ലിങ്ക് ചെയ്യുന്നതാണ് ചിങ്ങാക്കി എടുക്കാമല്ലോ. ഓക്കെ, ലിങ്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് സ്കോഡിലിടണം. എന്നിട്ടാണ് ലിങ്ക് ചെയ്യുന്നത്. സ്കോഡിലിട്ടിട്ടുള്ളൊരു ഇതിനെ കാണിച്ചത് ന്യൂനസിനാണ് ചെയ്യുന്നത്. കാരണം അതിനെ അക്കൗണ്ടിൽ നമ്മൾ എൻട്രിക്കിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ടിൽ നമുക്ക് ന്യൂനസിന് എടുക്കുന്നതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ന്യൂനസിന് എടുത്തിട്ടുണ്ട്, ഡാർവിൻ ന്യൂനസ്. ഓക്കെ, നമുക്കിനി ബാക്ക് പോവാം. ഈ സമയം കൊണ്ട് ജസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഏതായാലും സ്കോഡ് ബിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ന്യൂനസിനെ CF ഇട്ടിട്ടുണ്ട്, സഫിസാലിനെ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് SSO CF ആക്കിയിട്ട് ഇടാം. നമ്മളുടെ മച്ചാൻ എന്താ പറയുക, എൻ്റെ പേരെന്ന് കുമോറിനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, കുമോറിനെ SS ഇട്ടിട്ടുണ്ട്. സഫീസാലിനെ നമ്മളെ CFും പിന്നെ ഇവനെ ന്യൂനസിനെ എല്ലാം കറക്റ്റായിട്ട് വെക്കുന്നുണ്ട്. അപ്പം ഈ അക്കൗണ്ട് ബോട്ട് അക്കൗണ്ട്, ചെറിയൊരു സാധാ ബോട്ട് അക്കൗണ്ട് വെച്ചിട്ടുണ്ട്. ഇനി ഏതായാലും ലിങ്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഏതായാലും അടുത്ത അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അടുത്ത അക്കൗണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ സ്പിൻ ചെയ്തിട്ടുണ്ട്. 250. ഞാൻ ഒന്ന് ഇതായിപ്പോയി, ഹൈലൈറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലക്ക് ഉണ്ടല്ലേ ചെറുതായിട്ട്. ഹൈലൈറ്റ് കാർഡൊന്നും നമുക്ക് സാധാരണ കിട്ടലില്ല. ഓക്കെ, 250 പ്ലേയേഴ്സിൽ ഇതിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ വലിയ സംഭവം തന്നെയാണ്. ഓക്കെ, നമ്മളേതായാലും കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഷോർട്ട് ടൈം സ്പിൻ ചെയ്യാം. ഷോർട്ട് ടൈം ഓക്കെ, 100 പ്ലേയേഴ്സുള്ള ഷോർട്ട് ടൈം. ഓക്കെ സ്പിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് അടിച്ച് നോക്കാം. ആരെ കിട്ടും എന്നറിയില്ല, ആരെ കിട്ടുമ്പം ബേസ് ആകാൻ സാധ്യത. എപ്പം വെള്ളിയാഴ്ച ആവില്ലല്ലോ. ഓക്കെ, ഉള്ളിൽ പച്ച ഉണ്ട് ഗൈസ്. ഇത് വീണ്ടും ഒരു ഹൈലൈറ്റ് ആകുമെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് അടുപ്പിച്ച് 2 ഹൈലൈറ്റ് കിട്ടി. ഓക്കെ, ഹൈലൈറ്റിനാണ് അടുപ്പിച്ച് 2 ഹൈലൈറ്റ് കിട്ടി. 5 സ്റ്റാർ ഗോൾ കീപ്പറാണ് കിട്ടിയത്, നല്ല കാര്യം തന്നെ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫ്രീ സ്പിൻ തന്നെ കൊടുക്കാം.
അല്ലാണ്ട് നമ്മുടെ അടുത്ത് പൈസ ഒന്നും ഇല്ലല്ലോ അല്ലേ. അങ്ങനെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കാൻ. എനിക്കറിയാം, നിങ്ങളെല്ലാം എനിക്കറിയുന്നല്ലേ, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്കറിയുന്ന ആൾക്കാരല്ലേ. ഓക്കെ ഓക്കെ, ഇത് ഏതായാലും തേനിട്ടുണ്ട്. ഹൈലൈറ്റ് ഒരു കിട്ടിയിട്ടില്ല, കുഴപ്പമില്ല. 2 സ്റ്റാർ പ്ലെയറിനാണ് കിട്ടിയത്. പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചധികമായില്ലേ. ഓക്കെ, ദ ഓൾറൗണ്ടർ ബിസ്ക്കറ്റ് ഇല്ലേ, നിങ്ങൾക്ക് അറിയാമെന്ന് അറിയില്ല. ഓൾറൗണ്ടർ ബിസ്ക്കറ്റ് ഉണ്ട്, അതിന് നമുക്ക് സ്പിൻ അടിക്കാം. ഓക്കെ, ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് സംഭവം ഞാൻ എടുത്തൊന്നല്ല, തട്ടിപ്പോയതാണ്. പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയതേ ഉള്ളൂ. ഓക്കെ, അതിലും നമുക്കൊന്നും കിട്ടിയിട്ടില്ല. അതൊന്നും കിട്ടുമെന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല, കാരണം അതൊന്നും പറയുന്നില്ല. ഓക്കെ, ഇനി അടുത്ത എനക്കാറ്റ എല്ലാം കിട്ടിയെങ്കിൽ ചരിത്രമാണ് ഗൈസ്. നിങ്ങൾ സോഷ്യലിൽ പോയിട്ട് ടിപ്പു സുൽത്താൻ്റെ ഒന്നും ചരിത്രം പഠിക്കണ്ട, ഇഷാൻ പിസ് ഗെയിമറിൻ്റെ ഫ്രീ സ്പിന്നിൽ കിട്ടിയെന്നാണ് ചരിത്രം പഠിക്കേണ്ടി വരും. അത്രക്കും ഉണ്ട്, കാരണം അതൊന്നും എനിക്ക് കിട്ടൂല, ഈ ജന്മത്തിൽ കിട്ടൂല. ഓക്കെ, ഏതായാലും നമുക്ക് ഗരത്ത് ബെയിലിന് വേണ്ടി സ്പിൻ ചെയ്യാം. വെറുതെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കുന്നതാണ്, ഒരിക്കലും കിട്ടാനൊന്നും പോകുന്നില്ല. ഓക്കെ, ഒന്ന് ബാക്കടിക്കാം. അപ്പം കിട്ടില്ല ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, എനിക്കൊരു വിശ്വാസമൊന്നുമില്ല ഗൈസ്. ഓക്കെ, പറ്റിച്ചാണ്, ഇറ്റ്സ് എ പ്രാങ്ക്. ഓ, 250 പ്ലേയേഴ്സുള്ള ഇത് നിനക്കൊരു എപ്പിക്ക് അടിച്ചു. ഇതടുത്ത കൊല്ലം തന്നെ ഞാൻ സോഷ്യൽ സയൻസ് ബുക്ക് ചെയ്ത് വെക്കേണ്ടി വരും, 10ാം ക്ലാസ്സിൻ്റെ. യാ മോനെ, അത് പൊളിച്ചു, ഒന്നും പറയാനില്ല എൻ്റെ മോനെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുന്ന ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് ഏതായാലും മെസ്സിൻ്റെ ഫ്രീ സ്പിൻ എടുക്കാം, കാരണം ഈ അക്കൗണ്ടും നമ്മളങ്ങനെ ഗിവ് അവേക്ക് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ അക്കൗണ്ടും നമ്മളങ്ങനെ ഗിവ് അവേക്ക് വെച്ചിരിക്കുകയാണ്. കൂട്ടത്തിൽ എനിക്ക് പോകുന്ന ഏറ്റവും നല്ല അക്കൗണ്ട് ഇതാണ്, ബോട്ട് അക്കൗണ്ട്. കാരണം മറ്റേതെല്ലാം അത്ര നല്ല അക്കൗണ്ട് ഒന്നല്ലല്ലോ. ഓക്കെ, ഏതായാലും ഇതെങ്ങനാ അനക്ക് ഇഷാൻ പ്ലസ് ഗെയിമറിന് ഒറ്റ സ്പിന്നിൽ എപ്പിക്ക് അടിക്കാനാ? ഇറ്റ്സ് ഇമ്പോസിബിൾ ഗൈസ്, ഇറ്റ്സ് ഇമ്പോസിബിൾ. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇറ്റ്സ് ഇമ്പോസിബിൾ. എന്താ ചെയ്യുക? ഇനി ആയിരിക്കും സ്പിന്നെല്ലാം ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ കൈമ തന്നെ ഞാൻ ഒരു സ്പിൻ കൊണ്ടെല്ലാം ചെയ്തു തരാം ഗൈസ്. ഓക്കെ, ഏതായാലും നമ്മൾ എൻട്രിക്കിനൊന്നും എടുത്തിട്ടില്ല. ഓക്കെ, എൻട്രിക്കിനെ തന്നെ എടുക്കാമെന്നാണ് തോന്നുന്നത്. എൻട്രിക്കിനെ തന്നെ എടുക്കാം. എനിക്ക് കൂട്ടത്തിൽ എൻട്രിക്കിന് ന്യൂനസിനെ ഇഷ്ടം, ബട്ട് എൻട്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ യങ്സ്റ്ററല്ലേ, അതുകൊണ്ട് എൻട്രിക്കിനെ എടുക്കാൻ ചോദിച്ചത്, അതുകൊണ്ടാണ്. ഓക്കെ, ഏതായാലും നമ്മൾ എൻട്രിക്കിനെ എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ എൻട്രിക്കിനെ എടുത്തിട്ട് നല്ല കിട്ടില്ല കളി കളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ എൻട്രിക്കിനെ തന്നെ എടുക്കുന്നത്. ഓക്കെ, ഏതായാലും നമ്മൾ എൻട്രിക്കിനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ മച്ചാൻ സഫീസ് അലി, നമ്മുടെ ഹൈലൈറ്റ് പ്ലെയർ. ഓക്കെ, നമ്മുടെ ഗോട്ടിനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഫുട്ബോളിലെ നമുക്ക് കിട്ടിയ ഇപ്പോഴുള്ള ഗോട്ടിനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളേതായാലും സഫീസ് അലിനെ CF, ഇവനെ CM SSI മാറ്റാം. എന്നിട്ട് ഇവനെ 81 ആക്കിയിട്ടുണ്ട്. LWF ഇവനെ SS ആയിട്ട് CM ആപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതാ ഞാൻ ട്രെയിനൊന്നും ചെയ്യുന്നില്ല, കാരണം നമുക്ക് ട്രെയിൻ ചെയ്യാനൊന്നുമില്ല. നമ്മൾ അടുത്ത അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഈ അക്കൗണ്ടിൽ നമ്മൾ ഫസ്റ്റ് സ്പിൻ ചെയ്യുന്നത് യൂറോപ്യൻ ക്ലബ്സിലാണ്. എല്ലാത്തിലും നമ്മൾ യൂറോപ്യൻ ക്ലബ്സ് തന്നെയാണ് ഫസ്റ്റ് ആയിട്ട് ചെയ്യുക. ഓക്കെ, നല്ല ലെങ്ത്തിലുള്ള വീഡിയോ ആണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ നല്ല ടൈമായിട്ടുണ്ടാവും, എനിക്കറിയില്ല. ഓക്കെ, ഇതിന് ഞാൻ അധികം പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് ബേസേ കിട്ടൂ. പിന്നെ ആദ്യമായിട്ടൊരു ഹൈലൈറ്റ് 1 സ്റ്റാർ പ്ലെയർ. ഓക്കെ, 1 സ്റ്റാർ പ്ലെയർ. അപ്പോൾ നമുക്ക് ഏതായാലും ബേസ് തന്നെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് ഗോയിങ് ഫോർ എന്താ പറയുക, ജപ്പാനീസ് ലീഗ്. ഓക്കെ, മന്ത്ലി MVPs അല്ലേ. ഓക്കെ, നിങ്ങൾ ഈ ഫുട്ബോൾ കൂടാതെ വേറെ ഏതെങ്കിലും ഗെയിം കളിക്കാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതും ബേസാണ്. നെക്സ്റ്റ് ഇതിൽ സ്പിൻ ചെയ്യാം. ഓക്കെ, ഫ്രീ സ്പിൻ കൊടുത്തിട്ടുണ്ട്. ബേസാണ്, അതൊന്നും ചിന്തിക്കാനില്ല. ഇപ്പം വെള്ളിയാഴ്ച ആവില്ലല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം വെള്ളിയാഴ്ച ആവില്ല. പിന്നെ എപ്പോഴെങ്കിലും അടുപ്പിച്ച് വെള്ളിയാഴ്ച ആയാൽ അന്ന് ചരിത്രം അതന്നെ.
ഓക്കെ ഇതാ ഓൾറൗണ്ടർ ബിസ്ക്കറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ ഗൈസ് ഇല്ല പറ്റിച്ചതാണ്. ഓക്കെ ഇതാരാണ്? കൊളോംബോനെ കിട്ടിയിട്ടുണ്ട്. കൊളോംബോനെ നമുക്ക് ആവശ്യമില്ല. കൊളോംബോയിൽ ഏതാണ്? ഓക്കെ നെക്സ്റ്റ് നമ്മളുടെ കഫൂൻ്റെയാണ്. കഫൂ ഞാൻ പറയുന്നത് എന്താ യൂറോപ്യൻ ക്ലബ്സ് ഗാർഡിയൻസിൻ്റെയാണ്. പിന്നെ പെട്ടെന്ന് കഫു അല്ല ഇതിലുള്ള സിമ്പിൾ പേര്, അതുകൊണ്ട് തന്നെ പറയുന്നതേ ഉള്ളൂ. ഓക്കെ അതിലും നമ്മളുടെ ഇവിടെ മുഞ്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മളുടെ ബെയിലിൻ്റെ സ്വിൻ. ഗൈസ് ഐ ആം സോ എക്സൈറ്റഡ്, കാരണം നമുക്ക് കൈനയിൽ കിട്ടിയിട്ടുണ്ട്. ബെയിൽ കിട്ടൂല, പോയിട്ടുണ്ട്. സിമോൺ ബെൻസാനെ കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ അടുത്ത അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്ത് ആക്കാൻ എത്ര പണിയുണ്ട്. ആ ഒരു ഇതിനെങ്കിലും നിങ്ങൾ ജസ്റ്റ് വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യും. പ്ലീസ് സപ്പോർട്ട് ചെയ്യും. ജസ്റ്റ് ഒരു സപ്പോർട്ടല്ലേ, ജസ്റ്റ് ഒരു സബ്സ്ക്രൈബറല്ലേ. നിങ്ങൾക്ക് എന്താണ് നഷ്ടം? ചെറിയൊരു സബ്സ്ക്രൈബ് ബട്ടൺ തൊടുക, അതിനകത്തുള്ള ബെല്ലൈക്കൺ ഓളാക്കുക, അത്ര തന്നെ. എന്നാലും ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലടക്ക് നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യില്ല, കാരണം അതിൽ എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ ഏതായാലും ഇത് എടുത്ത് നോക്കാം. എന്തെങ്കിലും കിട്ടിയെങ്കിലാ, സാധാരണ അങ്ങനെ എടുക്കലില്ല, ലാസ്റ്റ് കിട്ടിയെങ്കിൽ മാത്രം എടുക്കലാണ്. ഓക്കെ ഏതായാലും നമുക്കിനി നോക്കി നോക്കാം. അപ്പം നിങ്ങൾ ചെറിയ സബ്സ്ക്രൈബ് ബട്ടണില്ലേ ഒരു സൈഡിൽ കാണുന്ന ഒരു സാധാരണ സബ്സ്ക്രൈബ് ബട്ടൺ, പക്ഷേ അതൊക്കെ വലുതാണ്. അത് ജസ്റ്റ് ഒന്ന് തൊടുക, പിന്നെ ഓളാക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ വ്യൂ കൗണ്ടിലൊന്ന് കൂട്ടിത്താൻ. എൻ്റെ വ്യൂ കൗണ്ടിൽ ഹയ്യസ്റ്റിനിടെ 2K ആണ്, മനസ്സിലായ? 2K ആണ് എൻ്റെ ഹയ്യസ്റ്റ്. ആരും കേൾക്കണ്ട, കാരണം വേറെ ഹയ്യസ്റ്റ് തന്നെ പറയുമ്പോൾ എത്രയാണെന്ന് അറിയാം. 100 മില്യൺ, 10 മില്യൺ, അല്ല 100 മില്യൺ കുറച്ച് ഓവറാണ്, 1 മില്യൺ ഇതെല്ലാം കുഴപ്പമില്ല. നമ്മൾ സാധാ യൂട്യൂബർ ആയിപ്പോലെ എന്ത് ചെയ്യാം. ഓക്കെ നമുക്കിതും എന്താ പറയുക, ബേസാണ്. ബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ ഇനി ഓൾറൗണ്ടറിൻ്റെ ചെയ്യുന്നുണ്ട്, ഓൾറൗണ്ടേഴ്സ്. അപ്പം അതും ബേസാണ്. അതൊന്നും ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇതെല്ലാം വെറുതെ തട്ടിപ്പാണ്. ചില ആൾക്കാർക്കെല്ലാം ഒറ്റ സ്പിന്നിലെല്ലാം കിട്ടുന്നുണ്ട്. ദ ലക്കിയസ്റ്റ് പേഴ്സൺസ്. അപ്പം ഞാനും അങ്ങനെയാണല്ലേ, എനിക്ക് മറ്റേ ഒറ്റ സ്പിന്നിൽ കിട്ടിയില്ലേ. അപ്പം ഞാനും നിങ്ങളെ പോലെ തന്നെ ലക്കിയസ്റ്റ് പേഴ്സണാണ്. പക്ഷെ അത് ഒരിക്കലും എൻ്റെ മെയിൻ അക്കൗണ്ട് അങ്ങനെ കിട്ടില്ല. അങ്ങനെ എല്ലാവരും അവസ്ഥ അങ്ങനെ തന്നെയാണല്ലേ, ഒരിക്കലും മെയിൻ അക്കൗണ്ട് കിട്ടില്ല. ഏതെങ്കിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അമർത്തി അപ്പാട് കിട്ടും ഒരു എപ്പിക്കു അല്ലേ. ഓക്കെ നമുക്ക് ഏതായാലും കരത് ബെയിലിനെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം, ഇവനെയും ടാപ്പ് ചെയ്യാം, ഷവൻഖോനെ ടാപ്പ് ചെയ്യാം, പിന്നെ ഫ്രീ സ്പിന്ന് കൊടുക്കുക, കാരണം മറ്റേ എല്ലാവരും ടാപ്പ് ചെയ്യാൻ നിന്നാൽ നാളെ രാവിലെ ആവും. ഓക്കെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്തായാലും ആ ഷോർട്ട് ടൈം പ്ലേസ് ഒന്നും ഉണ്ടാവില്ല, കാരണം അതെല്ലാം പോകാനായി. ഞാൻ എന്തായാലും ഇത് എടുത്ത് വെക്കുന്നിന്നാണെങ്കിൽ ഇപ്പം ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് നാളെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് നല്ല കാരണം കുറേ അക്കൗണ്ടെല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന രാത്രി, ഇപ്പം ഞാൻ രാത്രിയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഓക്കെ നെക്സ്റ്റ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഓക്കെ ഇറ്റ്സ് ബേസിൻ്റെ മഴയാണ്. ബേസാ എപ്പിക്കെങ്കിലില്ലേ ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ എന്നാലും നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു. വെറും എപ്പിക്കടിച്ചെടുക്കലേക്കും. ഓക്കെ ഏതായാലും നമ്മൾ ഇതിനെ നമുക്കൊരു വിശ്വാസമില്ല, പിന്നെ വെറുതെ ചെയ്യുന്നതേ ഉള്ളൂ. അത് കണക്ക് ഒരിക്കലും കിട്ടില്ല. ഓക്കെ ഇതാ മന്ത്ലി MVP ചെയ്യാം. ക്യാൻസൽ കൊടുത്തിട്ടുണ്ട്, എന്താണെന്നറിയില്ല, കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഇറ്റ്സ് ബേസ് ഗൈസ്, ഇറ്റ്സ് ബേസ്. ഒന്നും പറയാനില്ല. നല്ല 2 സ്റ്റാർ പ്ലേസ്. താങ്ക്സ് കൊനാമി, താങ്ക്സ്. ഓക്കെ ബേസ് വരാമെന്നെങ്കിലും പറയാം, പക്ഷെ അങ്ങനെ പറയുന്നതിന് കാരണം നമുക്ക് 2-3 എപ്പിക്ക് അടിച്ച് 2 ഷോർട്ട് ടൈം ഒരു ഇത് അടിച്ച് ഓക്കെ സീനില്ല. നമുക്ക് ഏതായാലും ഇതാക്കിയൊക്കെ ഇനിയുള്ള ഇതിന്ന് കിട്ടുമെന്ന് തന്നെ സംശയം. ഓക്കെ നമുക്ക് ഏതായാലും ജപ്പാനീസിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ ബലൂണ് മുകളിൽ മറ്റേ സാധനമില്ലേ അത് ഇങ്ങനെ പറക്കുന്നുണ്ടെങ്കിൽ കിട്ടില്ല നല്ലതെന്ന് പറയുന്ന കേൾക്കുന്നത്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ച പെട്ടെന്ന് ഷോർട്ട് ടൈം അടിച്ചത്, കാരണം അതിൻ്റെ അടിയിൽ ബൂസ്റ്റ് ചെയ്താൽ സംഭവം എന്താ ബൂസ്റ്റർ ഹൈലൈറ്റ് കാർഡ്സ് അല്ലേ.
അങ്ങനെ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അനിമേഷനൊന്നും ഇല്ലാണ്ട് എങ്ങനെയാണ് ഈ എപ്പിക്ക് അടിക്കുക, ഷോർട്ട് ടൈം അടിക്കാൻ ഞാൻ വിചാരിച്ചു. അതാണ്. ഓക്കെ, ഏതായാലും നമുക്ക് ഫ്രീ സ്പിൻ കൊടുക്കാം. ഓൾറൗണ്ടേഴ്സിൽ ഫ്രീ സ്പിൻ. ഓക്കെ, കിട്ടിയിട്ടില്ല. ഉള്ളിൽ പച്ചയുണ്ട്, എന്നാലും കിട്ടൂല, ഉറപ്പാണ്. ഉള്ളിൽ പച്ച ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല മച്ചന്മാരെ, മാറൂല, ഉറപ്പാണ്. വിക്ടർ ഗോംസിന് കിട്ടിയിട്ടുണ്ട്. ഓക്കേ, നമുക്ക് ഇത് ഡിഫൻഡേഴ്സിൻ്റെ ഇതിൽ പോവാം. ഏതായാലും ഫ്രീ സ്പിൻ കൊടുത്തിട്ടുണ്ട്, കിട്ടൂല ഉറപ്പാണ്. ഓക്കെ, സ്കിപ്പ് കണ്ടിന്യൂ. ഇനി നമ്മളുടെ ബെയിൽ ഇത് സ്പിൻ ചെയ്യുമ്പോൾ ഇപ്പം നമുക്കൊരു കുളിര, കാരണം ഒരിക്കൽ കിട്ടിയാൽ നമുക്ക് പിന്നെ വിചാരിക്കാം നമുക്ക് എപ്പം കിട്ടും. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഒരിക്കൽ കിട്ടിയ ഒരിക്കൽ കിട്ടും, പിന്നെ കിട്ടാൻ ചെയ്യില്ല. ഓക്കെ, ഇറ്റ്സ് എ ബേസ്. ഓക്കെ, ബേസാണ്. ബേസ് മഴ ഗൈസ്, ബേസ് മഴ, ഒന്നും പറയാനില്ല. അപ്പോൾ ഇതിന് വെറുതെ മെസ്സിനെ ഞാൻ കളിക്കാൻ നിൽക്കില്ല. അപ്പോൾ നമ്മൾ അടുത്ത അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. എനിക്ക് എത്ര പണിയുണ്ടാകും ഗൈസ്, ഇങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കുറേ ക്രിയേറ്റ് ചെയ്യും, ഇതെല്ലാം ആക്കിയിട്ട് ഡീറ്റെയിൽസ് ഇപ്പോൾ എല്ലാം എത്ര പണിയുണ്ട്. അപ്പോൾ ആ പണിക്ക് വേണ്ടി ജസ്റ്റും സബ്സ്ക്രൈബും ലൈക്കും ബട്ടണും ചെയ്യാം, എന്താ നക്ക അത്രയേ ഉള്ളൂ. അപ്പം ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. പിന്നെ ജസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മെഗാ ഗിവ് അവേ അക്കൗണ്ടാണ്. അത് എങ്ങനെ കിട്ടും, എപ്പം കിട്ടും, എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫ്രീ സ്പിന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്നുമില്ല, ഇറ്റ്സ് എ ബേസ്. നമുക്ക് ബേസ് സ്കിപ്പ് അടിച്ചു വിടാം. സ്കിപ്പ് കണ്ടിന്യൂ. ഓക്കെ, കണ്ടിന്യൂ. സ്കിപ്പ് എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഏതായാലും അടുത്ത എന്താണിത്, അവാർഡ്സിൻ്റെ ജപ്പാനീസ് ലീഗ് അവാർഡ്സിൻ്റെ തീർത്തിട്ടുണ്ട്. മറ്റേത് MVPs ഇത് അവാർഡ്സ് ആണല്ലേ, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എമൗണ്ടിൽ ബലൂണെല്ലാം മുന്തിരിയുണ്ട്, എന്തായാലും കിട്ടൂല. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്പിന്നിലോട്ട് പോകാം. ഓൾറൗണ്ടേഴ്സ് പിന്നെ നമുക്ക് ചത്താലും കിട്ടൂല, അത്രയ്ക്ക് ലക്കൊന്നും നമുക്കില്ല അല്ലേ. ഓക്കെ ഗൈസ്, ഇല്ല, കിട്ടിയിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് കിട്ടൂല. ഓക്കെ, നിങ്ങളും ഇതുപോലെ കുറച്ച് അക്കൗണ്ടെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ട് ആക്കി നോക്ക്. എന്നിട്ട് നിങ്ങൾ എന്തായാലും കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പ്സ് എല്ലാം ഉണ്ടാവില്ലേ, അതിനകത്ത് എന്താ പറയുക, ഇങ്ങനെ ഈ ഫുട്ബോൾ സ്റ്റോർ അതിനകത്തല്ലോ മറ്റേ ബോട്ട് അക്കൗണ്ട് പറഞ്ഞിട്ട് സെയിൽ ചെയ്തോ, നിങ്ങൾക്ക് ഒരു 50 ഉറുപ്പിക കിട്ടുമായിരിക്കും. നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കി, കുറേ ബോട്ട്സ് അക്കൗണ്ട് ഇങ്ങനെ സെയിലെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പറ്റിക്കാണ്ടെന്നാൽ മതി, വേറെ സീനൊന്നുമില്ല. മീൻസ് കൊടുത്തിട്ട് അക്കൗണ്ട് തിരിച്ചെടുക്കാണ്ടെന്നായി. നമ്മൾ ഏതായാലും ഗാരത്ത് ബെയിലിനെ സ്പിൻ ചെയ്യുന്ന പോകുന്നുണ്ട്. ഓക്കെ, ഫ്രീ സ്പിന്ന് കൊടുത്തിട്ടുണ്ട്. 250 പ്ലേയേഴ്സാണ്, കിട്ടൂല എന്ന് തോന്നുന്നുണ്ട് ഗൈസ്. നേരത്തെ പോലെയാണ്, കിട്ടുമോ? സ്കിപ്പ് അടിച്ചില്ല. ഓക്കെ, വില്ല കിട്ടൂല. അപ്പം നമുക്ക് ഏതായാലും നെക്സ്റ്റ് അക്കൗണ്ടിൽ പോകാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഏതായാലും യൂറോപ്യൻ്റെ തന്നെ ഫസ്റ്റ് സ്പിൻ ചെയ്യാം. കിട്ടൂല എന്നാൽ ഓക്കെ, വന്നിട്ടുണ്ട്. വീഡിയോ ഭയങ്കര ലെങ്തി ആണെന്ന് തോന്നുന്നുണ്ട്, കാരണം തന്നെ കുറേ അക്കൗണ്ട് കണക്ക് തന്നെ അറിയില്ല എത്ര അക്കൗണ്ടിൽ സ്പിൻ ചെയ്ത്. ഓക്കെ, വില്ല നേരത്തെ കിട്ടിയ വില്ല ഇതിനകത്താ കിട്ടീനെങ്കിൽ, നേരത്തെ ഒരു വില്ലിനെ കിട്ടീന്, പക്ഷേ ഈ വില്ലല്ല, മനസ്സിലായോ? നേരത്തെ ഞാൻ പറയുന്നില്ല. ഓക്കെ, ഒരു കാര്യമില്ല ഇങ്ങനെയൊന്നും ചെയ്തിട്ട്. എന്നാൽ എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഇവർ എല്ലാ സാധാ പാക്കില്ലേ അതിൽ തന്നെ ഒരു രണ്ട് എപ്പിക്ക് അധികം കൊടുത്തിട്ട് 250 പ്ലേയേഴ്സ് ആക്കിയിട്ട് തരുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ബട്ട് എനിക്ക് അത് വലിയ നഷ്ടമാണെന്ന് തോന്നുന്നില്ല, കാരണം ഇതുവരെയായിട്ട് 150 പ്ലേയേഴ്സ് ഉള്ള എനിക്ക് 150 പ്ലേയേഴ്സിൻ്റെ പാക്ക് ഒന്നും എനിക്ക് ഇതുവരെയായിട്ട് ഒരു എപ്പിക്ക് ഫ്രീ ആയിട്ട് അടിച്ചിട്ടില്ല. ഫ്രീ സ്പിന്നിലോ 100 സ്പിന്നിലോ 200 സ്പിന്നിലോ അടിച്ചിട്ടില്ല. 300 സ്പിന്നിൽ ഒരിക്കൽ അടിച്ചിന്, അത് ജീവിതത്തിൽ ഒറ്റൊരിക്കൽ അടിച്ചിന്. അങ്ങനെയുള്ള എനിക്ക് 250 പ്ലേയേഴ്സുള്ള എനിക്കൊന്ന് ഒരു സ്പിൻ ചെയ്താൽ എപ്പിക്ക് അടിച്ച്. അപ്പോൾ ഏതായാലും ലക്ക് എനിക്ക് തോന്നുന്നത് 250 പ്ലേയേഴ്സ് ഉള്ളതാണ്. എന്താ പറയുക, ഓക്കെ കുഴപ്പമില്ല. നമുക്ക് ഏതായാലും ഇനി ഈ സ്പിന്നിലോട്ട് പോവാം.
വീഡിയോ കാണുന്ന എല്ലാവരും ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഏതായാലും അടുത്ത ഒരു അക്കൗണ്ടും കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് നമ്മൾ നിർത്തുന്നതാണ്. കിട്ടിയില്ല നോക്കാം. ഓക്കെ, ഇത് ലാസ്റ്റ് അക്കൗണ്ട് അല്ല, അടുത്ത അക്കൗണ്ടാണ് ലാസ്റ്റ് അക്കൗണ്ട്. ഓക്കെ, ഫ്രീ സ്പിന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബലൂണ് ഉണ്ട്, അതുകൊണ്ട് എന്തായാലും കിട്ടൂല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്, ബലൂണ് പ്ലസ് ബേസ് ആനിമേഷൻ നിങ്ങൾക്ക് എന്തായാലും കിട്ടൂല. ചിലതുണ്ട് ബേസ് ആനിമേഷനിൽ തന്നെ നമുക്ക് പറ്റിച്ചിട്ടില്ല അക്കൗണ്ടായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ബലൂണ് പ്ലസ് ബേസ് ആനിമേഷൻ നിങ്ങൾക്ക് കിട്ടൂല എന്നാണ് പറയപ്പെടുന്നത്. കിട്ടിയെങ്കിൽ എനിക്കൊന്നും അറിയില്ല. എനിക്ക് കിട്ടിയെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ചീത്ത വിളിക്കാറേ. നമുക്ക് ബലൂണ് പ്ലസ് ബേസ് ആനിമേഷൻ കിട്ടൂല. ഞാൻ കണ്ടതിൽ വെച്ചെല്ലാം അങ്ങനെയാണ്. ഓക്കെ, ഇനി ഏതായാലും നമ്മൾ ഓൾറൗണ്ടേഴ്സ് നമ്മളിപ്പോൾ ചെയ്തല്ലേ. ഇനി അടുത്തത് ഗാർഡിയൻസ് ചെയ്യാം. ഇപ്പോൾ സമയം വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഗിവ് അവേ എൻ്റെ ലാസ്റ്റ് ഞാൻ പറയും. എല്ലാവരും അതും കൂടി കണ്ടിട്ട് മാത്രം പോവുക. ഓക്കെ, അടുത്ത അക്കൗണ്ടാണ് ലാസ്റ്റ്, ആ സമയത്ത് തന്നെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം എല്ലാവരും കാണാം. അടുത്ത അക്കൗണ്ട് തുടങ്ങുമ്പോൾ ഞാൻ സ്പിന്നിങ് കാര്യങ്ങളൊന്നും പറയും, മീൻസ് അതെല്ലാം അങ്ങ് നടക്കട്ടെ, ഞാൻ ആരും ചെയ്തോളൂ. പിന്നെ ഈ അക്കൗണ്ടിൻ്റെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, ഇതിൻ്റെ ഗിവ് അവേ അക്കൗണ്ടിൻ്റെ ഞാൻ പറഞ്ഞുതരും. അക്കൗണ്ട് ഏതാ ഞാൻ ഇപ്പം കാണിക്കില്ല. ഏതായാലും നമ്മളപ്പോൾ അടുത്ത അക്കൗണ്ട് ലാസ്റ്റ് അക്കൗണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഞാൻ എന്താ ഗിവ് അവേ വെക്കാൻ നോക്കുന്നത്. ഒരു അക്കൗണ്ടാണ്, ഒരു അടിപൊളി അക്കൗണ്ടാണ്, വലിയ ഹൈപ്പൊന്നും കൊടുക്കുന്ന അക്കൗണ്ടല്ല, സാധാ ഒരു അക്കൗണ്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം. ഞാനിപ്പം തന്നെ 141 ആയിട്ടുള്ളൂ. 1000 സബ്സ്ക്രൈബേഴ്സ് ആവണം. 1000 സബ്സ്ക്രൈബേഴ്സ് ആയത് ഏത് സമയത്താണോ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ലൈവ് ചെയ്തിട്ട് ലൈവിലല്ലെങ്കിൽ സാധാ വീഡിയോയിലായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അക്കൗണ്ട്. പിന്നെ ഈ അക്കൗണ്ട് നമുക്കിപ്പം കിട്ടിയ 3 അക്കൗണ്ട്സ് ഉണ്ട്. അത് ഞാൻ കിട്ടണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ മറ്റേ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. അതിനകത്ത് ഞാൻ ഒരു ആപ്പ് വഴി കമൻസിൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യും. യെസ് എന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യണം, പിന്നെ യെസ് എന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഏകദേശം ഈ വീഡിയോക്ക് ഒരു 3K വ്യൂസ് ആയാൽ ഞാൻ 3K വ്യൂസ് ആയാൽ ഞാൻ ഈ അക്കൗണ്ട് കൊടുക്കും. ആയിരിക്കും കിട്ടിയ അക്കൗണ്ട്സ്, ഇപ്പോൾ ഈ എപ്പിക്ക് കിട്ടിയ ഷോർട്ട് ടൈം എല്ലാം കിട്ടിയ അക്കൗണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് തരുന്നതായിരിക്കും. ഞാൻ ഗിവ് അവേ ആയിട്ട് തരുന്നതെന്ന് വിചാരിക്കുന്നത് ഇൻസ്റ്റാ വഴിയാണ്. ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിയ ആൾക്കാർ, ഇപ്പോൾ ഞാൻ വിന്നറായ ആളുണ്ടാവില്ലേ, അവരെന്താക്കണം, ഇൻസ്റ്റയിൽ എനിക്ക് ഹായ് അയച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങളയച്ച ഇതുണ്ടാവില്ലേ, കമൻറ്റ് ഉണ്ടാവില്ലേ, അത് ജസ്റ്റ് ഒന്ന് എനിക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് അക്കൗണ്ട് ഐഡിയും പാസും തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും നിങ്ങൾ അക്കൗണ്ട് കിട്ടാൻ ജസ്റ്റ് ഒന്ന് നോക്കാം എത്ര അറിയാനുള്ളൂ. അപ്പം സാധാരണ കുഞ്ഞ് ഗിവ് അവേ ആണ്. അപ്പം വലിയ ഗിവ് അവേ വരുന്നുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ അടിപൊളി ഗിവ് അവേ വരുന്നുണ്ട്. ഇതിന് ജസ്റ്റ് 3K വ്യൂസും ഒരു 500 അതിൽ 500 മതി, അത്രേ വേണ്ടു. 500 ലൈക്സും കിട്ടിയാൽ നിങ്ങൾക്ക് ഉറപ്പ് ഞാൻ ഈ അക്കൗണ്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഓക്കെ, യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അത്രയേ ഉള്ളൂ, യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എല്ലാം നിങ്ങൾ കൂട്ടിത്താ, എന്തായാലും എനിക്ക് മനസ്സിലാവാൻ ചെയ്യില്ലല്ലോ, നിങ്ങൾ ജസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൂട്ടിത്താ. ഓക്കെ, അപ്പോൾ ഏതായാലും ഗാരത്ത് ബെയിനെ സ്പിൻ ചെയ്യുന്നുണ്ട്. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്, എന്തായാലും ലാസ്റ്റ് അക്കൗണ്ടാണ്. ഇനി വരുന്നുണ്ട്, ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. അതിൽ ഗാരത്ത് ബെയിലിൻ്റെ മാത്രം സ്പിൻ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് നമുക്ക് ഏതെങ്കിലും എല്ലാം എപ്പിക്കാനും കിട്ടിയെങ്കിൽ അതും നമ്മളിങ്ങനെ കൊടുക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമുള്ളൂ, വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.